വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് ആവശ്യമായിട്ട് ഞാനിവിടെ അയില എടുത്ത് മീഡിയം സൈസ് അയിലയാണ്, ഒരു 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, ഒരു ടൊമാറ്റോ, കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുത്തോണം. കാരണം ചിലർക്ക് പുളി ഇച്ചിരി കൂടുതൽ വേണം, ചിലർക്ക് അധികം പുളി വേണ്ട, കുറച്ച് പുളി മതി. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് പുളി ഉപയോഗിച്ചോണേ. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് പുളി ഇറങ്ങുമേ. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ. ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു കറിക്കകത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണേ. അതാണ് അതിൻ്റെ ഒരു വേറിട്ട് ഒരു രുചി വരുന്നത്. പച്ചക്കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണങ്ങിയത് ഇടുന്നത്. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ കഷ്ടിച്ച് ഉലുവയാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാവേ. എന്നിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി, കാന്താരി അല്ലേ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ശരിക്കും അരഞ്ഞ് കിട്ടത്തില്ല. ചെറിയ പീസാക്കി ഒന്ന് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടി പോകരുത്, അതുകൊണ്ടാണ് ഞാനിത് 1/2 ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്തേക്ക് ഈ ടൊമാറ്റോ ഉണ്ടല്ലോ അതും കൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കണേ. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത് കേട്ടോ. ചില സൈഡിൽ നല്ല പോലെ മീൻ പുളി വേണം, ചിലർക്ക് അത്ര പുളി വേണ്ട. അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നോക്കി എടുത്തോണേ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാവേ. നമ്മളിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും അരച്ചാണ് ചേർത്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അരപ്പിട്ടങ്ങ് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയേ. അല്ലാതെ വേറെ ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും നമുക്ക് ഇതിനകത്ത് വഴറ്റാനില്ല. ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം ശരിക്കും മാറണം കേട്ടോ. കാരണം നമ്മൾ ഇഞ്ചിയും കാന്താരി എല്ലാം അരച്ചെടുത്തേക്കല്ലേ, ആ വെളുത്തുള്ളിയുടെ എല്ലാ ഒരു പച്ചമണം മാറിക്കിട്ടണേ. ഒരു 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ട് ബാക്കി കാണിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിയില്ലേ ഉണ്ടല്ലോ, ആ കറിക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ നല്ലപോലെ വഴറ്റണം ഇത്. ചില കറികൾ നമ്മൾ വഴറ്റാതെ വെക്കുന്നത്, അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിനാകുമ്പോൾ നമ്മൾ ആ കുരുമുളകും എല്ലാം അരച്ചല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണം, എന്നാലേ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും മാറ്റി നമ്മൾ കറി വെക്കുമ്പോഴും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റൈലിൽ ഓരോ പ്രാവശ്യവും കറി വെക്കുന്നത്. എപ്പോഴും ഒരേപോലത്തെ കറികൾ കൂട്ടുമ്പോഴും മടുത്തു പോകത്തില്ലേ. നമ്മൾ ഈ മിക്സിക്കകത്ത് ആ അരപ്പ് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം. ഇത് കുറച്ച് വഴന്ന് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ആ വഴന്നിട്ട് ആ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ ആ ഒരു അരപ്പിൽ വഴറ്റുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അതാണ്. അപ്പോഴത്തേനും അതിൻ്റെ ആ റോട്ടേസ് എല്ലാം മാറി നല്ല സെറ്റായിരിക്കും. ഈ ഒരു കറി അയില, മത്തി, അല്ല ചെറിയ നെത്തോലിയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള മീനൊക്കെ വെക്കാൻ നല്ല ഒരു ഗ്രേവി ആയത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഉണങ്ങിലിടുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് അല്ല പച്ചക്കുരുമുളക് ചേർക്കുമ്പോൾ. പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം കേട്ടോ, ഈ ഉണങ്ങിയത് ഇട്ടതിന് പകരം. അപ്പോൾ ഏതാണ്ട് നന്നായിട്ടൊന്ന് വഴന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച ആ ഒരു മണം എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റണം, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. ഈ സമയത്ത് നമ്മൾ ആ പുളി ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് ആ പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പുളിയുടെ ആ ഒരു പുളി ഇറങ്ങാൻ നല്ലതാണ് ഇത് ചൂടാകുമ്പോഴേ. അതിനായിട്ടാണ് ഈ അരപ്പിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റുന്നത്. ഞാൻ പല ടൈപ്പ് ഫിഷ് കറികൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പല ടൈപ്പ് ഫിഷ് കറികളുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമാവുകയാണെ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഇനി നമുക്ക് ഈ മിക്സിക്കകത്ത് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ലേ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേ. വഴറ്റിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഫ്ലെയിം കൂട്ടി കൊടുത്തേക്കണം. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. കറിവേപ്പില ഇഷ്ടം പോലെ ചേർക്കുക, അങ്ങോട്ട് ഒരു കുഴപ്പമില്ല.
നല്ല കറിവേപ്പില നന്നായിട്ട് കിടന്നാൽ കറിക്ക് ഒരു പ്രത്യേക ഒരു മണവും രുചിയും ഒക്കെ കിട്ടും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ നോക്കിയേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് വേകണേ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് സിമ്മിലും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേനും ഫിഷ് വെന്ത് കിട്ടും. ഇത് പുറത്തോട്ടൊരു സ്വല്പം ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ വെള്ളം ആയിക്കോളൂ. ഈ ഫിഷിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമേ. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റായേ. ഇപ്പോൾ കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് മീൻ കറിയെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു 2-3 മിനിറ്റ് സിമ്മിലോട്ട് അങ്ങ് വെച്ചേക്കണേ. അപ്പോഴത്തേനും നല്ല പോലെ അതവിടെ കിടന്ന് ഒന്നും കൂടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് ഫിഷ് അങ്ങ് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. ഇനി ഞാൻ സിമ്മിലേക്ക് മാറ്റുവാണേ. സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് അല്ലെ 4 മിനിറ്റ്. അപ്പോഴത്തേനും നമ്മുടെ നല്ല പെപ്പർ ഫിഷ് മസാല ഇവിടെ റെഡിയാവും. നമ്മുടെ ഈ ഫിഷ് കറി ഇവിടെ സിമ്മിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ കണ്ടോ, നല്ല പോലെ ഫിഷൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കേട്ടോ. നമ്മളിതിനകത്ത് കൂടുതൽ പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. താങ്ക് യു.